അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച രാവിലെ ഇന്ന് ചൂണ്ടലൊക്കെ ഇന്നലെ പൊട്ടിപ്പോയതാണ്. ഈ ബ്രൈഡിൻ്റെ തലഭാഗം ഈ പൊന്തമ്മ വരുത്തി നമ്മളറിയാതെ ഉറപ്പ് വിടും. അത് ശ്രദ്ധിക്കില്ല. അത് പിന്നെ ചിലപ്പോൾ എറിനോട് കൂടെ ഒന്ന് കൊടുക്കുമ്പോൾ കാണാം ഒറ്റ പോക്ക്. അതേമാതിരി ഇന്നലെ ഒരു ഫ്രോഗ് എറിഞ്ഞോട് കൂടി അങ്ങോട്ട് പോയി, അതിലേ പോയി തന്നെ കണ്ടില്ല. അപ്പോൾ അങ്ങനെ കെട്ടി പൊട്ടി പിന്നാണ് കയറിപ്പോയതാണ്. വന്നപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കെട്ടി നന്നാക്കി പുതിയ ഫ്രോഗൊക്കെ ഇട്ട് സെറ്റായിട്ട് വേണം. അപ്പോൾ ഇന്ന് നമ്മൾ നെല്ലിക്കുത്ത് ഫോറസ്റ്റ് നമ്മളെ നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയയാണ്. നാട്ടുകൂടി വരുന്ന നമ്മൾ ചെറുപ്പത്തിൽ ഇന്നലെ പെരൽ പിടിച്ചോട് ചെയ്യുന്നുണ്ടായിരുന്നത്. അവിടെ നിന്ന് കേട്ടില്ല ഭാഗം കഴിഞ്ഞപ്പോൾ തുടങ്ങാം. ഏതായാലും തുടക്കത്തിൽ കടിച്ച് മുറുക്കി വലിച്ചണത് പറയാനുള്ളത് പറയാണ്. ഇത് എല്ലാവർക്കും കാണാൻ കൗതുകമുള്ള കേൾക്കാൻ രസമുള്ള ഒരു സംഗതിയല്ല. നല്ല മീൻപിടുത്തം കമ്പുള്ള ആളുകൾക്ക് ഇത് കേൾക്കാം. മീൻ കിട്ടുന്നത് കാണണം എന്ന് കരുതുന്ന ആൾക്കാർക്ക് മീൻ പിടിക്കണ ആളെപ്പോലെ കൂടെ നിന്ന് അങ്ങനെ കാണാം. അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ മീൻ കിട്ടും. അല്ലാതെ അപ്പോൾ മീൻ പിടിച്ചത് മാത്രം വീഡിയോ എടുത്തുകൊണ്ട് അതിനൊന്നും കഴിയില്ല. അതിനൊക്കെ ആരെങ്കിലും ഒരാളിങ്ങനെ അതിന് കരുതി ഇങ്ങനെ ഒപ്പം പോരണത്. ഇപ്പോൾ മീൻ പിടിച്ചത് ഇതുവരെ ഒരു വീഡിയോ അല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് കാണാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതിങ്ങനെ മീൻ പിടിച്ചത് വള്ളത്തിൽ കൂടി ഇങ്ങനെ നടക്കുന്നതും എറിയണതും മാത്രം കണ്ട് അങ്ങനെ വെറുതെ സമയം കളയണ്ട. അപ്പോൾ നമ്മളെ കഴിഞ്ഞ കാല ജീവിത ചരിത്രം കഴിഞ്ഞ ഒരു 10-40 കൊല്ലം മുമ്പേ ചെറുപ്പത്തിൽ തന്നെ മീൻ പിടിച്ച് പോകുന്നതും മീൻ പിടുത്തം പഠിച്ചതും അന്നത്തെ മീൻ പിടുത്തമൊക്കെ ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഒരു പ്രത്യേകക്കാർക്ക് മാത്രം കേൾക്കാൻ താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുള്ള, അത് കേൾക്കുമ്പോൾ എന്തോ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ പലരും അവർ ചെറുപ്പത്തിൽ ഒന്നിച്ചായിരുന്നെങ്കിലും ഇപ്പോൾ അവനവൻ്റെ ഉപജീവനം തേടി പലരും അവരവരുടെ ലോകത്താണ്. അപ്പോൾ ഓലൊക്കെ ചിലപ്പോൾ ഇത് കാണുമ്പോൾ നമ്മളെ പഴയ എന്ന് ചിന്തിച്ചിട്ട് ഓരോരുത്തരെ ചിന്തിക്കുമ്പോൾ ഓരോ ചിത്രങ്ങൾ തെളിഞ്ഞു വരുമല്ലോ. അത് എവിടെ നിന്നാണ് കണ്ടത്, എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ടു എന്ന നിലക്കാണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു പഴയ സംഗതികളുമായൊക്കെ ഇത് കാണുമ്പോൾ കേൾക്കുമ്പോൾ കണക്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചുള്ളതാണ്. പിന്നെ തല തുടങ്ങി മീൻപിടുത്തം ഉദ്ദേശിക്കുന്ന ഒരാൾക്കൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ മീൻ പിടിച്ച് പോകുന്നെങ്കിലും ഇന്ന് നമ്മൾ സാധാരണ മീൻപിടുത്തക്കാരനല്ലല്ലോ. മീൻപിടുത്തക്കാരുടെ കൂട്ടത്തിൽ ഒരു ലീഡറാകാൻ മാത്രമല്ല ഒരുപാട് വിവരം വിദ്യാഭ്യാസം ഇതിലുണ്ട്. അതൊക്കെ അതിൻ്റെ അടിയിൽ കൂടി വരും. അതിപ്പോൾ എനിക്ക് ആ ഒരു കാര്യം മാത്രം പിടിച്ചണേ, അത് മാത്രം കിട്ടിയാൽ മതി എന്ന് കരുതണേ ആളുകൾ ഓരോന്നിനും പറ്റാത്തല്ല. ഏതൊരു കാര്യത്തിനും അതിന് അതിൻ്റേതായൊരു റൂട്ടുണ്ട്. അതിൻ്റെ ഒരു LKG ക്ലാസ് കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അങ്ങനെ ഒരു നല്ല ഒരു ഗൈഡ് ചൂണ്ടലിടലിലും ഒരാൾക്ക് വേണം. പിന്നെ സ്വന്തം അനുഭവത്തിലൂടെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഒരു പക്ഷേ ഇത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഇന്ന് മനസ്സിന് പ്രത്യേക കുളിര് കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന ഒരു ഏരിയയിലാണ്, കാടാണ്. ആനകൾ നേരം പൊക്കോളം ഇതിലൂടെയൊക്കെ നടന്ന് മേഞ്ഞ് പോയിക്കണം. ഇപ്പോൾ ആനകളൊക്കെ നാട്ടിൽ കൂടിയാണ് കൂടുതൽ, കാട്ടിൽ നിന്നൊക്കെ പോകുന്നുണ്ട്. ഓൽക്ക് എന്താ ഇപ്പോൾ പറ്റിക്കണമെന്ന് അറിയില്ല. എല്ലാ സ്ഥലത്തു കൂടി ആനയാണ്. പണ്ട് കാലത്തൊക്കെ നേരം വെളുക്കോളം വന്നിരുന്ന് നേരം വെളുത്തിട്ട് ഇവിടെ നിന്ന് നീച്ചു പോയി എന്നൊക്കെ കാലുണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും വന്ന് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഇതിൻ്റെ അവകാശികൾ ഇവിടേക്ക് വരും. വെള്ളത്തിലൊന്ന് ചവിട്ടണമെങ്കിൽ ഇപ്പോൾ നല്ല പണിയാണ്, നല്ല തണുപ്പാണ്, നല്ല വെള്ളം. അപ്പുറത്ത് കണ്ട് എറിഞ്ഞ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിയാണേനും. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ചേറാനെ പിടിച്ചാനാണ് മെനക്കെടുന്നത്. അതിനുള്ള ഉപകരണമാണ് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത്.
ഇന്നലെ ഞാനിട്ട വീഡിയോ കണ്ട ആൾക്കാർക്ക് അതിൻ്റെ ബാക്കി. ചിലപ്പോൾ നമ്മൾ മീൻപിടുത്തം തുടങ്ങിയ ചെറുപ്പകാലം മുതൽ 5 വയസ്സ് 6 വയസ്സൊക്കെ ആയിരിക്കും അന്നത്തെ പ്രായം. 5 വയസ്സിൻ്റെ മുകളിലാണ്. കാരണം മദ്രസക്ക് വിട്ട് വന്നിട്ട് പിന്നെ ഈ കന്നാളെ പാടത്ത് വേക്കാൻ പോകുമ്പോൾ അവിടെ നിന്നാണ് കാര്യമായിട്ട് ചെറുപ്പത്തിൽ മീൻ പിടിച്ചത്. അന്നപ്പോൾ ഒരു 7 വയസ്സ് 8 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അന്ന് നമ്മൾ മീൻ പിടിച്ചതിനെ കാര്യങ്ങളാണ് പറഞ്ഞ് കൊട്ട കൊണ്ട് കോരി പിടിച്ചിന്, കൊട്ട കട്ടെടുത്ത് തുറന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു പിടുത്താണ് ചട്ടിക്കണി. അത് ചട്ടിയിൽ മീങ്ങൾക്ക് തിന്നാൻ പറ്റിയ എന്തെങ്കിലും വല്ല വറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ തുണിക്കണ്ടം കെട്ടിയിട്ട് അത് വള്ളത്തിൽ വല്ല താത്തി വെക്കുക. അങ്ങനെ മീനുകളിങ്ങനെ വരുമ്പോൾ അത് പെട്ടെന്ന് എടുക്കണം എന്നാലേ കിട്ടുള്ളൂ. ചിലപ്പോൾ ഒരു കരിപ്പായി. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഐഡിയ ഉണ്ട്. ചിലപ്പോൾ ഒരാൾ ചെയ്യുന്നത് മറ്റേ ആൾ ചെയ്യുമ്പോൾ മീൻ കിട്ടില്ല. ഇപ്പോൾ ചൂണ്ടലിനപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരേ സ്ഥലത്ത് ഒപ്പിരുന്ന് ചൂണ്ടലിട്ടാലും അതിൽ ചൂണ്ടലിടാൻ കഴിവുള്ള ഒരാൾക്ക് മീൻ കിട്ടും. എന്താ വെച്ചാൽ ഓൻ്റെ ചൂണ്ടലും ഓൻ്റെ ഇടലും ഓൻ്റെ വലിക്കലും അങ്ങനെ അതിനൊക്കെ അവിടെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും. അതിൽ മീൻ വെട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അന്ന് വെട്ടിപ്പോയതാ. അപ്പോൾ തന്നെ മരത്തമ്മ കയറിയത്. അതെന്താ വെച്ചാൽ നമ്മൾ ചൂണ്ടലിടുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കണ്ടമാനം മീൻ പിടിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇവിടെ ഉള്ള 1-2 ആൾക്കാർ അയാളിപ്പോഴും പറയത് ചൂണ്ടലിടാൻ വിളിച്ച് അങ്ങനെ ഈ പൊന്തൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അലാക്കിൻ്റെ 2 മഞ്ഞളും ഒരു 3-4 കടന്നയും പിടിച്ചു. ഒക്കെപ്പാടെ 10-15 കിലോ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇവിടെ സ്ഥിരം വരുന്ന പോലെ തന്നെയാണ്. അന്നും ഓലുണ്ട്, ഒരേ സമയത്ത് വന്നിക്കണ്. ഞാൻ വന്നേക്കന്നെ, ഞാൻ ഇവിടെ ഇരുന്നോളാം പറഞ്ഞാൽ ഞാൻ ആ മുലക്കിരുന്നു. അങ്ങനെ മീനൊക്കെ അങ്ങനെ പിടിച്ച് കയറ്റി. അപ്പോൾ എന്തുകൊണ്ട് വെച്ചാൽ ചില മീനുകൾക്ക് ഏരെടുക്കണമെങ്കിൽ ചില പ്രത്യേക സ്ഥലത്തേക്ക് ചൂണ്ടലിൽ ചെല്ലണം, എന്നാൽ തന്നെ എടുക്കുള്ളൂ. അപ്പോൾ ഓല് നിൽക്കണതിൻ്റെ മേലെ കൂടി പോയിട്ടും കാര്യമില്ല, ഓല് നിൽക്കണതിന് കുറേ അപ്പുറത്തോ പോയിട്ട് കാര്യമില്ല. ഓല് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഓൽക്ക് താല്പര്യമുള്ളൊരു ഫുഡ് അതിമ കയറ്റി ഏറെ കോർത്തിട്ട് അത് ഓൽക്ക് അറിയണം. അങ്ങനെ ഓല് വന്നിട്ട് മീനെടുക്കും. അപ്പോൾ അതിന് ആ മീനിന് പാകത്ത് ചൂണ്ടലാകുക, അതേപോലെ അത് കൊത്തിയാൽ തന്നെ പെട്ടെന്ന് കൊടുക്കാത്ത ഒരു സ്ഥലത്താകുക. ആ സാധനം അതിൻ്റെ ഒരു കനം, ചില സ്ഥലത്ത് കനം ഒന്നുമില്ലാതെയാണ് ചൂണ്ടലിടുക. എന്നാൽ ചില സ്ഥലത്ത് ചൂണ്ടലിൻ്റെ കൂടെ അത് താന്ന് കിടക്കാൻ ആവശ്യമുള്ള ഒരു കനം കെട്ടും. ചിലപ്പം കല്ല് അല്ലെങ്കിൽ ഈയക്കണ്ടം, ഈയത്തിൻ്റെ കഷ്ണമാണെങ്കിലും അത് ചിലപ്പം ചില മീനിന് കെട്ടുമ്പോൾ നമ്മളത് പ്രത്യേക കെട്ടുക. അത് ഇന്നലെ കൊക്കിന് കിണിക്കണ കാര്യം പറഞ്ഞ മാതിരി ചില മീൻ കനം തോന്നിക്കഴിഞ്ഞാൽ ഇതെന്തോ ആണെന്ന് എഴുതിയാണ്ടുണ്ടാവും, ചൂണ്ടലെടുത്തുകൊണ്ട് അപ്പം തന്നെ ഇട്ട് പോകും. അപ്പോൾ അത് ഹോളിലെ ഒരു ഈയം ആദ്യം കയറ്റിയിട്ട് പിന്നെ ഒരു ലോക്ക് കൊടുത്തിട്ട് പിന്നെ അതിനെ തലക്കെ ഇര കൊടുത്തിട്ട് അപ്പോൾ സാധനം താന്ന് കിടക്കും ചെയ്യും. എന്നാൽ മീൻ എടുക്കുമ്പോൾ മീനിന് സിമ്പിളായിട്ട് ആ സാധനം കിട്ടുകയും ചെയ്യും. അങ്ങനെ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് അത് പൊന്തിയും താത്തിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനാവശ്യമുള്ളൊരു കനം കെട്ടിയിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മീൻ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ചൂണ്ടലുണ്ടായതുകൊണ്ടും കാര്യമില്ല, ചൂണ്ടലിട്ട് ഒരുപാട് സമയം നിന്നുകൊണ്ടും കാര്യമില്ല. മീൻ കിട്ടണമെങ്കിൽ അതിന് അതിൻ്റെതായ ചില മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ചൂണ്ടലിട്ടാൽ തന്നെ മീൻ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഈ മീനിൻ്റെ കേന്ദ്രമായിട്ട് പോലും ഒരു മീനും ഇതുവരെ അടിച്ചിട്ടില്ലല്ലോ. എന്താ വെച്ചാൽ ഒന്ന് ഇപ്പോൾ ഉദ്ദേശിച്ച മീൻ അടിക്കുന്ന സമയം വേണ്ടത്രണ്ടായില്ല. വെള്ളം നല്ല ഒഴുക്കാണ്. ഈ ഒഴുക്ക് ഒന്ന് കുറയണം. എന്നാൽ ഈ ഒഴുക്കിൻ്റെ കൂടെ തന്നെ മീൻ ഇവിടെ ഉണ്ടല്ലോ. ഓല് നിൽക്കുന്നത് ഓൽക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്താണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ എറിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ അവിടെ വെള്ളം കുറവുണ്ട്.
വെള്ളത്തിന് അനക്കം കുറവുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പം അങ്ങനെ ഓരോ മീനും അത് താമസിക്കുന്ന സ്ഥലം ഏറിൽ നിന്ന് എറിഞ്ഞ ഏറ്റവും നല്ല ഏറാണ് ഇപ്പോൾ പോയി പോകുന്നത്. അതിൽ മീൻ അടിച്ചില്ലെങ്കിൽ ഇപ്പോൾ മീൻ അടിച്ചില്ലാന്ന് ഉറപ്പിച്ച് ഒരു ഏറിന് ലെവലാകാൻ വേണ്ടി 100 ഏറ് എറിയണം ചിലപ്പോൾ. അപ്പോൾ ക്ലിയർ ആയിട്ടാണ് ചെന്ന് വീണിട്ട് അതിന് വെട്ടിയില്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെ വെട്ടില്ലാന്ന് തീരുമാനിച്ചിട്ട് അപ്പോഴേ അവിടെ നിന്ന് മടങ്ങിപ്പോരുള്ളൂ. അതുവരെ എറിഞ്ഞുകൊണ്ടേ നിൽക്കും. എന്തെന്ന് വെച്ചാൽ ഓരോ ഏറിലും മീൻ കിട്ടുന്നതല്ല, ഒരു ഏറ് ചൊഗ്ഗായിട്ടാണ് പുകാൻ. ഇതിൻ്റെ പിടുത്തം അങ്ങനെയാണ്. ഇട്ടിരിക്കുന്നത് പിന്നെ അങ്ങനെയല്ല, കേപ്പ് കണ്ട് ചെന്നാൽ പിന്നെ ഇട്ടടം ഉണ്ടാതിരുന്നാൽ മതി. ഇത് നല്ല പണിയാണിത്. അത് എറിഞ്ഞുകൊണ്ടേ നിൽക്കണം. ഏറെക്കുറെ മീനിരിക്കണ പൊത്തിനോട് ചേർന്ന്, പൊന്തനോട് ചേർന്ന്, മരത്തിനോട് ചേർന്ന് നമ്മൾ എറിയണത് അതിൻ്റെതായ കോലത്തിലാണ് പോയി പുകണം. അപ്പോൾ ആ ഏറൊക്കെ നല്ല ഏറാണ്. അവിടെ മീൻ ഉണ്ടെങ്കിൽ അനുഭവം വെച്ച് അത് വെട്ടാൻ സാധ്യതയുള്ളൊരു ഏറാണത്. എല്ലാവരും പോയി വീണ് ഒഴുകി ഇങ്ങനെ പോരുമ്പോൾ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ പോരും. പക്ഷേ അവിടെ കുറച്ച് ഉള്ളിലുള്ള പൊന്തയായതുകൊണ്ട് വെള്ളത്തിന് ഒഴുക്കും ആയം കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് പുറത്ത് ചാടില്ല. ഒരു 3-4 ആറൊക്കെ ചെല്ലുമ്പം പുറത്ത് ചാടി വെട്ടും. നമ്മൾ പോരിൻ്റെ വഴിയിലും കുറച്ച് പക്കൊക്കെ ഉള്ള പാറകളുള്ളതുകൊണ്ട് അവിടെയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഓരോ സ്ഥലത്തും നമ്മൾ മുമ്പത്തെ ഒരു അനുഭവം കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ കുറച്ച് തോനെറി പരമാവധി ഇങ്ങനെ വെട്ടി മീൻ വെട്ടി അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ വരുന്നുണ്ട്, ചെറുതാണ്. അപ്പോൾ നമ്മൾ നിരാശരായി പോകാതെ പരമാവധി കാത്തിരിക്കണം. അങ്ങനെ ആകുമ്പോൾ തന്നെ കിട്ടുള്ളൂ. വലിയ വലിപ്പമൊന്നുമില്ല. മീൻ ഇല്ലയെന്ന് കരുതി പോകരുത്. മീൻ ഉണ്ട് എന്ന് പ്രതീക്ഷയുള്ള സ്ഥലത്ത് നമ്മൾ എറിഞ്ഞുകൊണ്ടേ നിൽക്കണം. ചില സ്ഥലത്ത് പോലും പുറത്തേക്ക് ഇറങ്ങി വരണമെങ്കിൽ സമയം പിടിക്കും. വെളിയിലൊക്കെ ആയതുകൊണ്ട് പരമാവധി വേറിട്ട് പോകാൻ മാത്രം അയക്കണം. അല്ലേ, പോകുമെന്നൊക്കെ വിട്ട് പക്ഷേ തുളച്ച് കയറിയിരിക്കണം നല്ലോണം. അപ്പം അങ്ങനെ ഇടയ്ക്ക് എന്താവും, നമ്മളെ പരിപാടി വിജയിക്കും. ഈ പിടുത്തത്തിലൊക്കെ ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ ഈ നൂലൊക്കെ പടയും കൂടി ചുറ്റിയിട്ട് ഇങ്ങോട്ട് പണിയാക്കിക്കണം. ഏറ്റവും പിടിച്ചാൽ നല്ല ചേറാനെ അടിച്ചുകൊണ്ട് പിടിച്ചിട്ട്, പക്ഷെ ഇത് രണ്ടും കൂട്ടിക്കൊളുത്തിയതുകൊണ്ടേ പെട്ടെന്ന് കിട്ടണില്ല. ശരിയായി. അപ്പോൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് നിൽക്കണം മൂപ്പര്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഇപ്പോൾ അവിടെ മീൻ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പം മീൻ ഉണ്ട് എന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഒരു എറിഞ്ഞൊന്നും മീൻ കിട്ടൂല, ചിലപ്പം കുറേ എറിയേണ്ടി വരും. അങ്ങനെ എറിയുമ്പോൾ പുറത്തേക്ക് ചാടും. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ മൂപ്പര് കയറിയത്. കോർക്കാൻ ഒന്നും കൊടുത്തിട്ടില്ല. സെൻട്രൽ പാറമ അവിടെ നടക്കില്ല. അപ്പോൾ തൽക്കാലം കൊണ്ടെടുക്കാനും കൂടി സൗകര്യത്തിന് പണിയാണ്. മുണ്ടിട്ടാണ്ട് അതിലാണ് ചിറ്റി അരിയിലും കെട്ടാം. അതാണ് നല്ല. ചെറുതാണ്, 1 കിലോ ഉണ്ടാവും. അപ്പോൾ മൂപ്പര് നമ്മൾ അരിയിലാണ് കെട്ടിയിരിക്കണം. അല്ലെങ്കിൽ ഇതിങ്ങനെ കൈ പിടിച്ച് നടക്കലും ഈ മൊബൈൽ എടുക്കലും വർത്തമാനം പറയലും എല്ലാ പരിപാടിയും കൂടി ഒന്നിച്ചാവുകൊണ്ട് പിന്നെ പണി തന്നെ ഉണ്ട്. അപ്പോൾ പ്രകൃതി കണ്ടില്ലേ എന്താണ് രസം. നമ്മൾ ചെറുപ്പത്തിൽ ഞാനൊക്കെ ചെറിയ കുട്ടികളായി നിന്ന് സൂര്യൻ ഉദിച്ചിരുന്ന മലയാണ്.
സൂം ചെയ്താൽ തോന്നി കാണാം. കണ്ടില്ലേ, ആ മലൻ്റെ മുകളിൽ നിന്ന് കുട്ടിയായി നിന്ന് ഞാൻ കൈമെന്നാണ് സൂര്യൻ ഉദിച്ചെന്നാണ് കരുതിയത്. നമ്മൾ വീടിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ലോങ്ങ് കാഴ്ച കിട്ടും, നല്ല ഉയർന്ന മലകൾ. അവിടെ നിന്നാണ് സൂര്യൻ വന്നിരുന്നത്. മദ്രസക്കൊക്കെ പോകുമ്പോൾ സമയം അറിയാൻ സൂര്യൻ എത്ര വന്നിക്കണമെന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഈ ചട്ടിക്കണി വെച്ച് മീൻ പിടിച്ചിൻ്റെ കാര്യം ആണിപ്പോൾ നമ്മൾ പറഞ്ഞത്. അങ്ങനെ പെരലിനെ പിടിച്ച് അവിടുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈ പെരലിനെ പിടിച്ചുമ്പോൾ പിന്നെ ഒന്നങ്ങനെ പിടിച്ചിരുന്നത്. അന്നൊന്നും വെച്ചാൽ ചൂണ്ടലില്ല. പിന്നെ പുല്ലുമ്മ ഉയര കോത്തിട്ടൊരു മീൻ പിടുത്തുണ്ട് പെരലുകളെ. അന്ന് അങ്ങനെയൊക്കെ പിടിച്ചിരുന്നു. ചൂണ്ടലില്ലെങ്കിലും മീനുകളിങ്ങനെ തോട്ടുകൂടി കാണുമ്പോഴേ അന്നത്തെ മീൻ പറഞ്ഞാൽ നല്ല പുള്ളിപ്പെരലി തൂപ്പലം കൊത്തിപ്പെരലൊന്നുമല്ല. അങ്ങനെ നമ്മളിവിടുത്തെ ഈ പെരലുകളെ പോലത്തെ പെരലൊന്നുമല്ല. നല്ല ശുദ്ധമായ വെള്ളമാണ്. പുള്ളിപ്പെരൽ ആണ് അവിടെ ഉണ്ടാവുക. ചുവപ്പ്, വെള്ള, മഞ്ഞ, നീല, പല കളറുള്ള പെരലുകളും ഉണ്ടാവും. അപ്പോൾ ഈ ഉയരനെ ചൂണ്ടലുമ്പോൾ കോർക്കണതിന് പകരം പുല്ലുമ്മ കോത്ത് പിടിച്ചൊരു പരിപാടിയുണ്ട്. പുല്ലുമ്മ ഉയരെ കോത്തിട്ട് ആ പുല്ല് പറഞ്ഞാൽ ചെറിയ വണ്ണം കുറഞ്ഞ അങ്ങനത്തെ ഒക്കെ പുല്ലുണ്ടല്ലോ. ഈ പുല്ലിൻ്റെ തലക്കുണ്ടാവുമല്ലോ ഇങ്ങനെ കമ്പ്. അപ്പോൾ ഈ കമ്പുമ്മക്ക് ഉയരം കോത്ത് കയറ്റിയിട്ട് ചെറിയ ഇങ്ങനത്തെ വണ്ണം കുറഞ്ഞ നൂലുകൊണ്ട് അങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഉയരണം ഇങ്ങനെ കോത്തിട്ട് ഇവിടം കൊണ്ട് ഇങ്ങനെ ഒരു നൂലുകൊണ്ട് കെട്ടുമണി കെട്ടും. കാരണം അത് എന്നിട്ട് ഇനി ചെറിയ വള്ളത്തിൻ്റെ അരുവ് പോയിരുന്നിട്ട് അവിടെ നിന്നാണ് മീൻ പിടിക്കുക. അപ്പോൾ അവർ ഈ വള്ളത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യുക. അതിൻ്റെ അടിയിൽ എടുത്ത് പോണ കൊടുത്തിട്ട് മെല്ലെ വലിക്കുക. ഒറ്റ വലി വലിച്ചാൽ പൊട്ടി ഒരു പോവും. പിന്നെ ഒന്നിലേക്ക് ഇര പൊട്ടിച്ച് പോവും, അല്ലെങ്കിൽ ഊരിപ്പോവും. അപ്പോൾ മെല്ലെ ഇങ്ങനെ അരിച്ചാരിയിട്ട് മെല്ലെ എടുക്കണം. അപ്പോൾ ഈ ഒളിഞ്ഞിരുന്നിട്ടാണ് അങ്ങനെ പുല്ലുമ്മ ഉയര കോത്തിട്ടൊരു പിടുത്തം പിടിച്ചിന്. അപ്പോൾ കയറി. ഇനി അതുപോലെ ഇവിടെ ഒരു മീൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒഴുക്കിങ്ങനെ തുടങ്ങുന്നതിൻ്റെ നേരെ മുകളിലുള്ള വലിയ നീളികൾ അവസാനിക്കുന്ന സ്ഥലത്ത് ചേറാന്മാരുണ്ടാവും. അതുപോലെ ആ ഒഴുക്കൂടി ഇങ്ങനെ കയറി വരുന്ന മീനിനെ വെട്ടി പിടിക്കാൻ വേണ്ടിയിട്ട്. അതേമാതിരി ഈ വെള്ളത്തിൽ ഇപ്പോൾ കടന്നുണ്ടാവും. അതിന് എറിയാനുള്ള സാധനം എൻ്റെ കയ്യിലില്ല. ഇവിടെ ഉള്ള സ്ഥലമാണ്, അതിന് പറ്റിയ സ്ഥലമാണ്, അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒഴുകി വരുന്ന ആ സ്ഥലത്ത് മീൻ ഉണ്ടാവും. അപ്പോൾ അതേമാതിരി ഇപ്പം നമുക്ക് കിട്ടിയ സ്ഥലം ഉണ്ടല്ലോ, അവിടെ അതിൻ്റെ തുണ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ എറിഞ്ഞ് ഒന്നിനെ കിട്ടിയതിയാണ്ട് അതുകൊണ്ട് പോകാൻ പാടില്ല. ഒന്നുകൂടി അവിടെ എറിഞ്ഞ് നോക്കണം. അവിടെ ഇപ്പോൾ നമ്മൾ കുറേ എറിഞ്ഞപ്പോഴാണ് കിട്ടിയത്. അത് ഞാൻ പറഞ്ഞത്, മീനുണ്ടായതുകൊണ്ട് കാര്യമില്ല. മീനിനെ കിട്ടണമെങ്കിൽ ചൂണ്ടൽ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അത് ഓരോ സ്ഥലത്തിനും അനുസരിച്ചുള്ളൊരു ശ്രദ്ധ അതിന് വേണം. അപ്പോൾ അതിൻ്റെ തുണ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വളരെ സാഹസികമായ എയറാണ് അതിൻ്റെ ഉള്ളത്. ഒരുപാട് ലോങ്ങാണ്. പിന്നെ കുടുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുടുങ്ങിയാലിപ്പോൾ പോയി എടുത്ത് പോരുക എന്നുള്ളതും പ്രശ്നമാണ്. പോകാണെങ്കിൽ കുറവുണ്ട്. അപ്പോൾ ആ കാട് മൂടി കിടക്കുന്നതിൻ്റെ അടിയിൽ കൂടി, ആ പൊന്തൻ്റെ ഉള്ളിൽ കൂടി ഏറ്റവും അരുവിക്കാണ് പോകണം. എന്നാൽ തന്നെ അവിടുന്ന് അടിച്ചുള്ളൂ. അപ്പോൾ പോകുന്നത് വളരെ ചെറുതാണ്. ഇത് പെണ്ണ. അതിൻ്റെ ഒരു തോണ അവിടെ എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. ഇതിൻ്റെ മുമ്പൊന്നും അവിടുന്ന് അടിച്ച് പോവുകയും ചെയ്തിരിക്കണം. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനായിരുന്നു. അതിനിപ്പോൾ ഇതിൻ്റെ തുണയാണെന്ന് പറയാൻ പറ്റില്ല. അതാണെങ്കിൽ ഇപ്പോൾ വെട്ടലുണ്ടാവില്ല. കാരണം അത് അവിടെ നിന്ന് വെട്ടിയിട്ട് ഒരുപാട് പോന്നിട്ട് പിന്നെയാണ് കൊയിഞ്ഞാടിപ്പോയത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നല്ല ഒഴുക്കുള്ള ഇപ്പോൾ അതിൻ്റെ വക്കിന് പാറമ്പലാണ് നിൽക്കുന്നത്. ഈ മൊബൈൽ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ എറിയുമ്പോൾ പണ്ടിതേമാതിരി നല്ലൊരു മൊബൈൽ, അന്നൊന്നും മൊബൈൽ വ്യാപകമായിട്ടില്ല. വലിയ മൊബൈലൊന്നും ആരത്തുമില്ല. ടച്ചിൻ്റെ മൊബൈൽ, നല്ലൊരു മൊബൈലിലേക്കൊന്നും വളർത്ത് കൊയിഞ്ഞാടിയിട്ട് കിട്ടിയില്ല. അത് പോയില്ല. ഏറ്റവും വലിയ സങ്കടം എന്താ വെച്ചാൽ, അന്ന് തുടക്കകാലമായപ്പോൾ കുറേ ചൂണ്ടിലിട്ട് മീൻ പിടിച്ചൊക്കെ അതിൽ റെക്കോർഡ് ചെയ്തിരുന്നു.
അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. നല്ല വലിയ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു, അതിലൊരുപാട് കാര്യങ്ങളുണ്ട്, ഒക്കെ പോയി. അപ്പോൾ ആ മീൻ കിട്ടിയതിൻ്റെ തൊട്ടടുത്ത് ചെന്ന് വീണിക്കണ്. ചിലപ്പം അവിടെ തോന്നുന്നുണ്ടെങ്കിൽ ഇതിന് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അത് അതിൻ്റെ ഇടയിലൊരു കമ്പുമ്മ തട്ടി ഫ്രോഗ് വഴി മാറിപ്പോന്നു. ഏതായാലും അവിടെ ഒരു മീനുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അത് ഇന്ന് കിട്ടുന്ന കാര്യം സംശയമാണ്. ഇപ്പോഴും അവിടെ പോയി വിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കൊമ്പ് താന്നിക്കുന്നുണ്ട്. അവിടെ ആ കൊമ്പുമ്മലാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കുടുങ്ങി കഴിഞ്ഞപ്പോൾ കിട്ടൂലെന്നാവും. അല്ല, അപ്പം മൂപ്പര് ഒന്ന് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ ഈ പെരല് പിടുത്തം കഴിഞ്ഞിട്ടാണ് പിന്നെ കരുതല പിടുത്തം തുടങ്ങിയത്. കരുതല പിന്നെ ചൂണ്ടലും എളുപ്പം കിട്ടും. ഒരു പിന്നെ പുയരാണ് കണ്ടാൽ മതി. അത് ചൂണ്ടലുമൊക്കെ മാറിൻ്റെ ശേഷം അത് വന്നിട്ടൊരു കൊത്തുണ്ട്, കരുതലിൻ്റെ കൊത്ത്. അത് ഭയങ്കര രസമുള്ള കൊത്താണ്. അതിലിങ്ങനെ വന്നിട്ട് ആണ് കൊത്തിയിട്ടൊരു കറക്കുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി ആ സ്ഥലത്ത് പോയി വീണിക്കും. അതുണ്ടെങ്കിൽ ഈ അടിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ അടിച്ചില്ല. അപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ തുണയായിരിക്കും വന്ന് വെട്ടിപ്പോയി. ഒരു 2-3 ആഴ്ച മുമ്പാണ് പേടിച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടുന്ന് വെട്ടേണ്ടതാണ്. അതേ സ്പോട്ടിൽ ചെന്ന് വീണൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടുത്തെ കയറി നിർത്തുക. അപ്പോൾ കരുതല എളുപ്പം കൊത്തും, മണ്ടക്കരുതല. പക്ഷെ പുഴുവായതുകൊണ്ട് പിന്നെ നമ്മൾ തിന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മുജ്ജ് പിടിക്കാൻ തുടങ്ങിയത്. അവിടുത്തെ തോട്ടിലെ ഏറ്റവും നല്ല മീൻ മുജ്ജാണ്, നാടൻ മുഷുമാണ്. നാടനും അല്ലാത്തതുകൊണ്ട് നാടൻ മുഷു അത് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇറച്ചി നല്ല കടും ചുവപ്പ് കളറായിട്ടാണ്. തിന്നാൻ ഏറ്റവും രസമുള്ള മീനതാണ്. അതുപോലെ അന്നത്തെ വലിയ പിടുത്തക്കാരെ പിടിക്കുള്ളൂ. നമ്മളെ കുട്ടികളല്ലേ, നമുക്കൊന്നും കിട്ടില്ല. നമുക്ക് കിട്ടിയ വലിയ രസമാണത്, വലിയ സന്തോഷം. മുജിനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ തുണക്കാരടിയിലൊക്കെ വലിയ സംഭവം. അങ്ങനെ ഞാൻ ഫസ്റ്റിൽ മുജിനെ കിട്ടിയത്, വലിയ മുജിനെ കിട്ടിയത് ഞാനും എൻ്റെ കാരണവരും മൂത്തമ്മാൻ്റെ മോണ്ട് ഉണ്ണിക്കുട്ടി, വലിയ ചികിത്സകനും മൂല്യരൊക്കെ ആയിട്ട്. അപ്പോൾ മുജിനെ പിടിക്കാൻ ഫസ്റ്റ് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവനെ. അന്ന് ഒറ്റയ്ക്ക് എല്ലായിടത്തും കൂടി ഒന്നും പോകാൻ പറ്റില്ല. അന്ന് കുറച്ച് ഒറ്റയ്ക്ക് പോകാത്തൊരു സ്ഥലത്തേക്ക് അങ്ങോട്ട് പോകാനോ വിളിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോയി ഇങ്ങനെ ചൂണ്ടലിട്ട് കൊടുക്കുമ്പോൾ എൻ്റെ ചൂണ്ടൽ, ഞാൻ കുറച്ചൊരു ഒഴുക്കുള്ള സ്ഥലത്താണ്, ഓനതിൻ്റെ തൊട്ട് മുകളിലുണ്ട്. എൻ്റെ ചൂണ്ടൽ പോക്കാണ് പോയി. അതിലങ്ങോട്ട് വലിച്ച് കയറ്റി നോക്കുമ്പോഴല്ലേ വലിയൊരു മുജ്ജ്. വലിയ മുജ്ജ് പറഞ്ഞാൽ അന്നത്തെ വലിയ മുജ്ജ് പറഞ്ഞാൽ മുയ്ക്കൾ മൊത്തത്തിൽ നാടൻ മുജ്ജ് 1 കിലോനൊക്കെ വരുള്ളൂ. പക്ഷേ മുയ്ക്കളെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ മുയ്ക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ മുജ്ജാണ്. അങ്ങനെ അത് വലിച്ച് കയറ്റി കജ്ജും കാലൊക്കെ പാടെ വിറച്ച് ഫസ്റ്റ് തന്നെ കിട്ടുമല്ലേ. അങ്ങനെ വണ്ടി വന്ന് അതിനെ പിടിച്ച് രണ്ടാളും കൂടി ഒതുക്കി ഭയങ്കര സന്തോഷമായി. പിന്നെ കുറച്ച് ദിവസം കടന്നുറങ്ങുമ്പോഴൊക്കെ മുജിനെ കിട്ടണതന്നെ കാണുന്നത്. ആ ഒരു കാണലാണ് ഇപ്പോൾ ഈ 10-40 കൊല്ലമായി ഇപ്പോഴും ആ പരിപാടി വിടാതെ ഓരോ സംഗതി ഓരോന്നുകൊണ്ട് സ്പാർക്ക് ചെയ്യണം നമുക്ക്. പിന്നെ ലക്ഷക്കണക്കിന് മീനുകളെ പിടിച്ച് ലക്ഷക്കണക്കിന് ഉറുപ്പ്യക്ക് ഓരോ സീസണിലും മീൻ പിടിച്ച് വിൽക്കുന്ന അവസ്ഥയ്ക്ക് എത്തി. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റിൽ മുജിനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇങ്ങനെ മീക്കളെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും, ചെറുതും വലുതായിട്ട്. പിന്നെ അവിടെ മീൻ പിടിക്കുന്ന മറ്റൊരു രീതിയാണ്. അന്ന് വേനൽക്കാലമാകുമ്പോൾ വെള്ളം കലക്കി പിടിച്ചാൽ കെട്ടി പിടിച്ചാന്നൊക്കെ പറയും. ചെറിയ തോടിന് കെട്ടിട്ടിട്ട് അതിൽ നല്ലോണം വെള്ളം കമ്മിയായി കഴിഞ്ഞാൽ കുറച്ച് കലക്കൊല്ലിയും കരിമുത്തളും, അതാണ് കലക്കീന്. ആ സാധനമൊന്നും ഇവിടെ കാണലില്ല. കലക്കൊല്ലി കരിമുത്തൾ പറഞ്ഞ 2 സാധനങ്ങളുണ്ട്. അത് രണ്ടും വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ മീനുകൾക്ക് മയക്കേൽക്കും. നമുക്ക് പ്രശ്നമല്ല.
അങ്ങനെ വെള്ളം നല്ലോണം കെട്ടി നിർത്തിയിട്ട് കലക്കിയിട്ട് അതിൽ ഈ സാധനം കലക്കിയിട്ട് പിന്നെ അതിങ്ങനെ കലങ്ങി ഇങ്ങനെ വെള്ളം ഇങ്ങനെ അവസാനത്തെ വെള്ളം വറ്റിയോണ്ട് നിൽക്കുന്ന സമയത്ത് ആ വെള്ളം ഇങ്ങനെ തേയും കൊണ്ട് നിൽക്കുമ്പോൾ അതിൽ കുറച്ച് പെരലുകളൊക്കെ ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ മൊയ്ക്കളുണ്ടാവും. അതിനൊക്കെ പിടിച്ച് ജഗ പുകയാക്കി മേത്തുകൂട്ടിയൊക്കെ ആകെ ചേറേക്കരം. പക്ഷെ നല്ല ചേറാണ്, വൃത്തിയിടൊന്നും ഇല്ലാത്ത. അങ്ങനെ അവസാനമുണ്ട് പിന്നൊരു പിടുത്തം. സൈഡിൽ കൂടിയില്ല പൊത്തുകൂടി കൈയിട്ടിട്ട് അതിൽ നിറച്ച് മൊയ്ക്കളുണ്ടാവും. ചില മടിയിലൊക്കെ ഇഷ്ടം പോലെ മൊയ്ക്കളെ കാണും. അങ്ങനെ കൈയിട്ടിട്ട് പോലെ ചേറും വെള്ളം കൂട്ടിയിടുന്ന് കജ്ജിട്ടാൽ എല്ലാവർക്കും ഒന്നും കിട്ടൂല. വാൽമ പിടിച്ചാൽ മീൻ കിട്ടൂല പറഞ്ഞാൽ മൊയ്ക്കളെ പിടിച്ചപ്പോൾ തല അടക്കിയിട്ട് മെല്ലെ പെരടിയിലാണ് പിടിച്ചണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നിർത്തി ഇനി അടുത്തൊരു കടവിലേക്ക് പോവുകയാണ്. അപ്പോൾ തൽക്കാലം വീഡിയോ ഓഫ് ചെയ്യാം.